കാണിച്ചു തരാം. എന്റെ ഉണ്ടത്. ഞാൻ ഇന്നൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. നോക്കോ, വളരെ രസമാണ്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,205,000 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. എത്രയാണെന്ന് കേട്ടോ? 4,205,000. അപ്പൊ മാധ്യമ പ്രവർത്തകൻ പറയാല്ല, അക്കം ഒന്ന് പറഞ്ഞേ. കാരണം പറയുന്നത് നമ്മുടെ ശിവനണ്ണനാണ്. ആ 4,205,000 പറയുന്നതാണ് 4,2,7,1,0,5. അപ്പൊ തന്നെ 42 ലക്ഷമായേ കേട്ടോ. 4,2,7,1,0,5. അല്ല, ആ ഹ്യൂമർ ഒന്ന് മനസ്സിലാക്കിക്കോ. 4,2,7,1,0,5. ഇത് ഇദ്ദേഹം വായിക്കുവാണ്. 4,205,000. അദ്ദേഹത്തിന്റെ മുഖത്ത് ജനഗണമംഗള ടീം. അത് ഒന്ന് നോക്കിക്കോ. വല്ല തനിക്ക് സംഭവിച്ച തെറ്റെന്താണെന്ന് മനസ്സിലാകുന്നത് നോക്കിക്കോ. 5 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. 4,2,7,1,0,5. 4,2,7,1,0,5. അതെത്രയാണ്? 4,205,000. അതിനകത്ത് 7,000 വന്നില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കുഷ്മാണ്ഡങ്ങളെ പിടിച്ചവിടെ ഇരുത്തിയിരിക്കുന്നത് തന്നെ. ശരി ബൈജു, തുടർന്നു. ഞാൻ ഇത്തരത്തിൽ ഇന്നിപ്പോ നമ്മൾക്കറിയാം SFI എന്ന് പറയുന്ന ആ ഒരു സംഘടന, ആ സംഘടനയുടെ S അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ ഒരു P ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. അവരുടെ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ യുവാക്കളുടെ സംഘടനയും എല്ലാം കൂട്ടത്തിൽ നിരോധിച്ച് നമ്മൾ കണ്ടതാണ്. അന്ന് ഇന്നിപ്പോൾ ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടിലെ ഇസ്ലാമിക ഭീകരന്മാർ അവർ കൃത്യമായിട്ട് CPM-ലേക്കും കോൺഗ്രസിലേക്കും ലീഗിലേക്കും തുരുതുര എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലേക്കും ചേക്കേറിയ നമ്മൾക്കറിയാം. പക്ഷേ ഇവർ കൃത്യമായിട്ടും ഇസ്ലാമിക ഭീകരന്മാരെയുള്ള ഈ കുട്ടി ഭീകരന്മാർ SFI-ലേക്ക് തന്നെയാണ് കൂടുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ പറയുന്ന സിദ്ധാർത്ഥിന്റെ മരണം എടുത്താൽ തന്നെ അറിയാൻ പറ്റും. അതിനു മുൻപ് അഭിമന്യു മഹാരാജാസിലെ അഭിമന്യുവിന്റെ കുത്തേറ്റ് മരിച്ച അഭിമന്യുവിന്റെ മരണം എടുത്താൽ അറിയാൻ പറ്റും. അന്നത് നിരോധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഇവരിലേക്ക് ഇവർ ഒളിഞ്ഞുകൊണ്ട് പകൽ SFI-യും വൈകിട്ട് PFI ആയി മാറുന്ന ആ സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് SFI കൃത്യമായിട്ടും PFI ആയി മാറിയിരിക്കുന്നു. അതും പ്രധാന പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ ലവ് ജിഹാദിന്റെ രീതിയിലാണോ ഈ സിദ്ധാർത്ഥിനെ കൊല്ലപ്പെട്ടത്? അത് ഇന്നിപ്പോ ആ പെൺകുട്ടിയുടെ വാട്സപ്പ് ചാറ്റ് ഒക്കെ പുറത്തു വന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ പെൺകുട്ടി ഫെബ്രുവരി 12 സംസാരിച്ച ആ ടോക്കും കാര്യങ്ങളും ഒക്കെ അതിലൊന്നും കൃത്യമായിട്ട് ആ പെൺകുട്ടി പരാതി പറയുകയോ അതല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഒന്ന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ള പ്രചാരണമൊന്നും ശരിവെക്കുന്ന രീതിയിലല്ല ആ കുട്ടിയുടെ വാട്സപ്പ് ചാറ്റുകൾ. അത് ആധികാരികമാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും പുറത്തായ വാട്സപ്പ് ചാറ്റുകൾ വെച്ച് നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഇത്തരത്തിലെ ഈ കട്ട സഖാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ, നമ്മൾ ഈ നിബിന്റെ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ LDF വരും, എല്ലാം ശരിയാവും എന്നാണ് ഈ നിബിൻ എന്ന് പറയുന്ന ഇസ്രയേലിലെ ആ യുവാവിന്റെ പ്രൊഫൈൽ പിക്ചർ. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇടതുപക്ഷമോ വലതുപക്ഷമോ ആയിക്കോട്ടെ, ഏത് പക്ഷമായിക്കോട്ടെ, നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ വേണ്ട, നമ്മുടെ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത രീതിയിലേക്ക് എത്രത്തോളമാണ് ഇവിടെ ഇസ്ലാമിക ഭീകരത ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ കൊല്ലപ്പെടുന്നവന്റെ ആ മതവും അതുപോലെ കൊല്ലുന്നവന്റെ മതവും രണ്ടും പ്രത്യേകത തന്നെയാണുള്ളത്. കൊല്ലപ്പെടുന്നവൻ കാഫിർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടത് കൊണ്ട് തന്നെ നിബിനായാലും നമ്മുടെ ഇടുക്കിയിലെ സൗബി ആയാലും അവർക്കൊന്നും നീതി ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇസ്രയേലിൽ മലയാളികൾ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ മറ്റ് രാജ്യക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് പലസ്തീനിൽ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കാത്തത് എന്ന് കൂടി നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. കാരണം ആരും പലസ്തീനിലേക്ക് ജോലി തേടി പോകുന്നില്ല. കാരണം നമ്മൾക്കറിയാം, പാകിസ്ഥാൻ ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഇതുപോലെ ശ്രീലങ്കയായാലും ഈ പറയുന്ന ബംഗ്ലാദേശ് ആയാലും തകർന്നമർന്നിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളായാലും ചെറിയ സാമ്പത്തിക അവസ്ഥയുള്ള രാജ്യങ്ങളായാലും അവിടേക്കൊന്നും മലയാളികളല്ല ഒരു ഇന്ത്യക്കാരനും ഒരു രാജ്യക്കാരനും ചെല്ലുന്നില്ല. അത്തരത്തിൽ തന്നെയാണ് പലസ്തീനിൽ നിന്ന് ഒരു മലയാളിയുടെ ഇന്ത്യക്കാരന്റെ പേര് കേൾക്കാത്തത്. ഇവിടെ പലസ്തീന് വേണ്ടി രോധിക്കുന്ന ഈ ഇസ്ലാമിക നാമധാരികളായിക്കോട്ടെ, SFI എന്ന് പറയുന്ന പാർട്ടി, ആ കുട്ടി സഖാക്കന്മാരായിക്കോട്ടെ, DYFI ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇനി കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഇവരാരും എന്തുകൊണ്ട് പലസ്തീനിൽ പോയിക്കൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്നതും
പലസ്തീന് വേണ്ടി ഹമാസിൽ ചേർന്ന് ഇവർക്ക് വേണ്ടി പടപൊരുതാൻ പോകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് അന്നം കൊണ്ടുവരുന്ന സഹോദരന്മാർ തന്നെയാണ് ഇസ്രയേലിൽ കൃത്യമായിട്ടും ആയിരക്കണക്കിന് ആളുകളുള്ളത്. അവരുടെ സുരക്ഷയും അവരുടെ ആ ഒരു ജോലി ഭദ്രതയും എല്ലാം എത്രത്തോളമാണ് ഇസ്രയേൽ നോക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നാടിന്റെ യശസ് ഉയർത്താനോ നമ്മുടെ നാട്ടിലേക്ക് സാമ്പത്തിക അവസ്ഥ കൊണ്ടുവരാനോ നമ്മുടെ നാട്ടിൽ ജോലിയില്ലാത്ത എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞിരുന്നു കൊണ്ട് സമരം ചെയ്യുന്നു. മുട്ടിലിഴഞ്ഞിട്ടായാലും വേണ്ടില്ല, തല മൊട്ടയടിച്ചിട്ടായാലും വേണ്ടില്ല, പല രീതിയിൽ സമരം ചെയ്യുമ്പോഴും അവർക്ക് മുൻപിലൂടെ പരിഹാസ ചിരിയുമായി കോടിക്കണക്കിന് രൂപ ഈ കട്ടുമുടിച്ച മന്ത്രിമാരും MLA-മാരും കടന്നു പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ആ ഒരു അവസ്ഥയിൽ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളോട് പോലും നീതി പുലർത്താൻ പറ്റാത്ത ഈ മലയാളി സമൂഹം എത്രത്തോളം അധപ്പതിച്ച് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുസ്ഥിരത, ഈ കേരളത്തിന്റെ നാശം എത്രത്തോളം അഗാധമായ രീതിയിലായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും അതുകൂടി ഒന്ന് ടീച്ചർ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. ഈ ജോലിയിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത്. കാരണം ഇസ്രയേലിലാണല്ലോ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. പക്ഷെ അത് ബൈജുന് തെറ്റിപ്പോയി. സിറിയയിലും പലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പോകുന്നുണ്ട്. അത് ജോലി ചെയ്യാനല്ല, അവിടെ ഇരുമ്പ് ചെട്ടിക്ക് നല്ല മാർക്കറ്റാണ്. പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഒന്നും അത്ര പോരാ. അപ്പോ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഉമ്മർക്കോയ ഡോക്ടറെ കാണിച്ചിട്ടേ സുഖമില്ല. അപ്പോ നമ്മളിനിയും പിന്നെ വേറെ ഡോക്ടറെ അലി ഡോക്ടറെ എന്ന് കാട്ടിയിട്ട് വരട്ടെ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒന്നും കാണിച്ചിട്ട് അത്ര സുഖം പോരാ. ഇവിടെ ആണെങ്കിൽ കുറെ അമ്പലങ്ങള്, കുറെ ചർച്ചുകള്, പിന്നെ കുറെ നമ്മുടേതായിട്ടുള്ള കുറെ ആഘോഷങ്ങള്. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ചുമ്മാ രാവിലെ ഒരു പള്ളിയിൽ ബോംബ് പൊട്ടുക, ഉച്ചയ്ക്ക് ഒരു പള്ളിയിൽ സ്ഫോടനം നടത്തുക, വൈകിട്ട് വേറൊരു പള്ളിയിൽ തല വെട്ടുക. എന്ത് രസകരം! ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കാനാണ് അവർക്ക് ഇഷ്ടം. 100 കണക്കിന് ആളുകൾ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. ഒരു പക്ഷേ ഞാനൊക്കെ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അശോകൻ പൊന്നമ്മ ദമ്പതികൾ ബിന്ദു സമ്പത്ത് ചാനലുകളിൽ കയറി ഇറങ്ങിയതുപോലെ കയറി ഇറങ്ങുമായിരുന്നു. കാരണം അഖില ഹദിയ പോകാൻ ഉദ്ദേശിച്ചിരുന്നതാണ് യമനിലേക്ക് ആടുവെക്കാൻ. ആ പെൺകുട്ടി എന്നോട് നേരിട്ട് സംസാരിച്ചതാണ് ആ വിഷയം. അതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോകാനിരുന്ന. എന്നാണിപ്പോ ലൈംഗിക അടിമയായിട്ടൊക്കെ സുന്ദരമായിട്ട് ജീവിക്കാമായിരുന്നു. പോട്ടെ, നമ്മളിപ്പോ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തന്നെ കാരണം പ്രധാനമായും കലാലയങ്ങൾ കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈജു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗമാണെന്ന് തോന്നുന്നു ഒരു പ്രൊഫസർ ഡോക്ടർ രമ, അവര് ചില കാര്യങ്ങൾ സ്പഷ്ടമായും വ്യക്തമായും ഈ വിഭാഗത്തിനെതിരെ തുറന്നു പറഞ്ഞു. അവർക്കെതിരെ ഇപ്പോ വകുപ്പ് തല നടപടി എടുക്കുകയാണ് സർക്കാർ. എന്തിനാണെന്നറിയാമോ? ഇവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു പോയി. പട്ടാപ്പകല് അവര് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി അവരോട് പറയുകയാണത്രേ, ഭാര്യയും ഭർത്താവും എന്താ ബെഡ്റൂമിൽ ചെയ്യുന്നതെന്ന് അറിയണോ? ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒപ്പം പോരെ, ക്യാമ്പസിൽ വന്നാൽ മതി, ഞങ്ങൾ ഇത് കാണിച്ചു തരാമെന്ന്. അത് അവരത് തുറന്നു പറഞ്ഞു. ഇപ്പോ ഇത് സംബന്ധിച്ച്, അതായത് ഈ രമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മാർച്ച് 12-ാം തീയതി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ഒരു ഹിയറിംഗിൽ പങ്കെടുക്കാൻ രമയ്ക്ക് നോട്ടീസ് അയച്ചേക്കുവാണ്. രമ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു ഇവര്, ഡോക്ടറാണ് അവര്. ഇവരെ അന്വേഷണ നടപടികളുടെ ഭാഗമായി ഈ തലസ്ഥാനത്ത് നിന്ന് അവരിപ്പോ ഏത് സ്ഥാനത്താണുള്ളത്? ഒരു പ്രിൻസിപ്പളാണ്. ആ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റി. തുടർന്നാണ് അവര് ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നു. SFIയുടെ പരാതിയാണ് പരിഗണിക്കുന്നത്. എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഇടപെട്ടിട്ടാണ് ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് സ്ഥലം മാറ്റിയത്. ഇതാണ് ആരോപണം ഉയരുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ SFI നേതാക്കളുടെ പ്രവേശനവും അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിലെ വ്യാപകമായ ലഹരി ഉപയോഗവും ഇവര് തടഞ്ഞുപോയി. ഇതാണ് ഇവര് ചെയ്ത തെറ്റ്. അപ്പോ ഒരിക്കലും ഈ കലാലയങ്ങളിൽ നടക്കുന്ന ഇത്തരം കൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കരുത്. പ്രതികരിച്ചു പോയാൽ അവർക്കെതിരെയായിരിക്കും അടുത്ത നടപടി ഉണ്ടാകുന്നത്. ഇതിപ്പോ സിദ്ധാർത്ഥൻ 2 മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് കൃത്യമായി ആരാണ് പറഞ്ഞത്? നമ്മുടെ SP ഉണ്ടല്ലോ, റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറ്,
അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ആ കാഴ്ചക്കാരായ പെൺകുട്ടികളെ അടക്കം തൂക്കിലേറ്റണം, അതിനപ്പുറം ഒരു ശിക്ഷയും അവർക്കിനി നൽകാനില്ല എന്നാ പറഞ്ഞത്. ഈ രമ എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായിട്ട് അവര് എന്താണ് ക്യാമ്പസിനകത്ത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. ഇവർ ഔട്ട്സൈഡേഴ്സ് വരുന്നിട്ട് നമ്മളെ പെൺകുട്ടികളെ ഇവരെന്നെ നശിപ്പിക്കുവാണ്. ഇമ്മാനുവൽ അടക്കം എന്റെ അടുത്ത് കുട്ടികളെ പരാതിയുണ്ട്. ഓനയുടെ പെൺകുട്ടികളെ നശിപ്പിക്കാനാണ് വരുന്നത്. ഇവരെ വിചാരം എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ കോളേജിൽ പിന്നെ ഞാൻ ഈ ടീച്ചറായിട്ട് ഇവിടെ ഉണ്ടായിക്കൂടാന്നാണ് ഇവരെ വിചാരം. മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അത്ര രൂപത്തിലാണ് ക്യാമ്പസുകളിൽ നടക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണോ ബെഡ്റൂമിൽ ചെയ്യുന്നത്, നിങ്ങൾ ക്യാമ്പസിലേക്ക് വരൂ, ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോ ഇവരെ പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകി ആരെ വേണമെങ്കിലും വെട്ടാം, ആരെ വേണമെങ്കിലും കൊല്ലാം, എന്തും ചെയ്യാം, അഴിച്ചുവിട്ടിട്ടാണ്. ഇന്നും ക്യാമ്പസിനകത്തിട്ട് ഒരു പയ്യനെ വെട്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ